ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഇഗ്നോ ഫസ്റ്റ് ഇയറിലെ ഒരു എലക്റ്റീവ് സബ്ജക്റ്റായ കൊമേഴ്സ് സബ്ജക്റ്റ് കൂടിയായ BCOS 185 ഓണ്ടർപ്രണർഷിപ്പ് എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊരു കൊമേഴ്സിൻ്റെ സബ്ജക്റ്റാണ്. മറ്റ് കോഴ്സ് എടുത്തവർക്കും BCom കൊമേഴ്സ് അല്ലാത്ത സബ്ജക്റ്റ് എടുത്തവർക്കും എലക്റ്റീവായിട്ട് ഈ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഓണ്ടർപ്രണർ എന്ന വാക്ക് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ? ഓണ്ടർപ്രണർ ഒരു ബിസിനസ്മാൻ ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് ഓണ്ടർപ്രണർ, എന്തൊക്കെ ക്വാളിറ്റിയാണ് ഓണ്ടർപ്രണർക്ക് വേണ്ടത്, ഒരു ഓണ്ടർപ്രണർ ആവാൻ എന്തൊക്കെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ബ്ലോക്ക് 1 ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ നൽകുകയാണ്. യൂണിറ്റ് 1 ആൻ ഇൻട്രഡക്ഷൻ ടു എൻ്റർപ്രണർഷിപ്പ്. ഇത് ഓണ്ടർപ്രണർഷിപ്പ് എന്നാണ് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്പെല്ലിങ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഓണ്ടർപ്രണർ എന്നുള്ള വാക്ക്. സാധാരണ ഒരു ബിസിനസ്മാൻ എന്നതിനപ്പുറത്ത് ഒരു ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരാളെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയാം. എല്ലാ ബിസിനസ്സുകാരും തുടക്കത്തിൽ വളരെ ചെറിയ രൂപത്തിൽ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് അത് വലുതാവും. അങ്ങനെ വലുതായിട്ടുള്ളവരൊക്കെ അവരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആ ബിസിനസ് സ്ഥാപനത്തെ പ്രശസ്തിയിലെത്തിച്ചവരാണ്. അത്തരത്തിലുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഓണ്ടർപ്രണറെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ഓണ്ടർപ്രണർഷിപ്പ്, ഓണ്ടർപ്രണർ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് മീനിങ് നോക്കുമ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിസൈനിങ്, ലോഞ്ചിങ് ആൻഡ് റണ്ണിങ് എ ന്യൂ ബിസിനസ്. ഒരു ബിസിനസ്സിനെ ഡിസൈൻ ചെയ്ത് അതിനെ ലോഞ്ച് ചെയ്ത് അതായത് നടപ്പിലാക്കി അതിനെ റണ്ണിങ് ചെയ്യുന്ന ഒരാളാണ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഓപ്പൺ ഇനീഷ്യലി സ്മാൾ ബിസിനസ്. ചെറിയ ബിസിനസ് ആയിട്ടായിരിക്കും തുടങ്ങുക. ഇറ്റ് ഇൻവോൾവ്സ് ദി വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക്. അയാൾക്ക് റിസ്ക് ഏറ്റെടുക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവും. റിസ്ക് മാത്രമല്ല, ഇന്നോവേറ്റ്, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, ഓർഗനൈസ് ദ റിസോഴ്സ് ടു ക്രിയേറ്റ് വാല്യൂ ആൻഡ് ജനറേറ്റ് പ്രോഫിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് അതിലെ വിഭവങ്ങളെ ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവ് കൂടി ആ വ്യക്തിക്ക് ഉണ്ടാവണം. അത്തരം കഴിവുകളുള്ള വ്യക്തിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ എന്ന് പറയുക. അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുക. ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. മീനിങ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് മാത്രമല്ല, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള വിജയിച്ച കുറച്ച് ബിസിനസ്മാൻമാരെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കൊമേഴ്സിൽ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മളൊരു കൊമേഴ്സ് വ്യക്തി ആവണം, അതോടൊപ്പം ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ബിസിനസ്മാൻ ആവണം. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ വിജയിച്ച ആളുകളെ കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയും വേണം. ആരാണ് ബിസിനസ്സിൽ വിജയിച്ച ആൾക്കാർ? നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ്സുകാരാണ് രത്തൻ ടാറ്റ, റിലയൻസ്, അതുപോലെ ധാരാളം. കേരളത്തിലാണെങ്കിൽ MA യൂസഫ് അലി, കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, ബോബി ശമന്നൂർ, അങ്ങനെ കുറേ ആൾക്കാർ. ഇവരൊക്കെ
വലിയ ബിസിനസ്സുകാരാണ് ലോകം അറിയപ്പെടുന്ന ബിസിനസ്സുകാരായി മാറിയ ആൾക്കാരാണ്. ഇവർക്ക് തുടക്കത്തിൽ തന്നെ വലിയ ബിസിനസ്സായിട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പൊ രത്തൻ ടാറ്റ എന്ന് പറയുന്ന അയാളുടെ ലൈഫൊക്കെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ലൈഫാണ്. ചെറിയ ബിസിനസ്, അതായത് സ്ക്രാപ്പിന്റെ ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് രത്തൻ ടാറ്റ. പിന്നീടാണ് അദ്ദേഹം വളർന്നു വലിയ ലോകം അറിയപ്പെടുന്ന ബിസിനസ്മാനായി മാറുന്നത്. അതേപോലെ തന്നെ എല്ലാവരുടെ ലൈഫും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ പഠിച്ചുണ്ടാക്കുന്നതല്ല എന്നർത്ഥം. പഠനം വേണം, അത് വേറെ കാര്യം, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ. പക്ഷെ മൈൻഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബിസിനസ്മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൻ്റെ ഉള്ളിൽ ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ബിസിനസ്. പല ആളുകളും ബിസിനസ് നടത്തി പരാജയപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരു ഓണ്ടർപ്രണർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫൈങ് എ പ്രോബ്ലംസ് ഓർ എ ഗ്യാപ്പ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ക്രിയേറ്റീവ് സൊല്യൂഷൻ ഫിൽ ഇറ്റ്. ഒരു ഓണ്ടർപ്രണർ എന്താണ്, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റിലെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ പ്രോബ്ലംസ് മനസ്സിലാക്കുകയും അതിന് ഒരു പരിഹാരം ചെയ്യുകയും ചെയ്യുന്ന പരിപാടിയാണ് ഓണ്ടർപ്രണർഷിപ്പ്. എല്ലാ ബിസിനസ്സുകാരെയും എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇലക്ട്രോണിക് ഉപകരണമായ വാഷിംഗ് മെഷീൻ, ഒരു പ്രോബ്ലം വാഷ് ചെയ്യുക എന്നുള്ള ഒരു പ്രോബ്ലം വലിയ ബുദ്ധിമുട്ടാണ്. അത് ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ അതിനുള്ളൊരു സൊല്യൂഷനാണ് എന്ത് വാഷിംഗ് മെഷീൻ. ഫുഡ് കുറച്ച് നേരത്തേക്ക് എടുത്തു വെക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു പ്രയാസമാണ്, പ്രോബ്ലമാണ്. അതിനൊരു സൊല്യൂഷനാണ് റെഫ്രിജറേറ്റർ. അതേപോലെ ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും അത് എന്തോ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് നമുക്ക് കാണാം. ആ പ്രോബ്ലം കണ്ടെത്തുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്ന പരിപാടിയാണ് ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ചെയ്യുന്ന ആളാണ് ഓണ്ടർപ്രണർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടും. ഒരു ഓണ്ടർപ്രണർ ആവുമ്പോൾ ഒരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ പണിയിൽ റിസ്ക് ടേക്കിംഗ് ഉണ്ട്. ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് കണ്ടെത്തി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതിന് പ്രോബ്ലംസ് ഉണ്ട്, റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കുന്ന ആളാണ് ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓണ്ടർപ്രണേഴ്സ് ഇൻവെസ്റ്റ് ടൈം ആൻഡ് ക്യാപിറ്റൽ, സമയവും പണവും ഇൻവെസ്റ്റ് ചെയ്യുന്നു. തിരിച്ച് കിട്ടിയില്ലെങ്കിൽ പോയി. ഇതിൻ്റെ ഐഡിയാസ് വിത്ത് അൺസർട്ടൺ ഔട്ട്കംസ്. തിരിച്ചു കിട്ടുന്ന ഉറപ്പില്ലാത്തൊരു സംഗതിയിലേക്ക് കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. ചെറിയ ക്യാഷില്ല, വലിയ ക്യാഷ് ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നോവേഷൻസ് ഉണ്ടാവണം. ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ, ഒരു ഓണ്ടർപ്രണർ ആകുമ്പോൾ ഇന്നോവേഷൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളായിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രോഡക്ട്സ്, സർവീസ് ഓർ മോർ എഫിഷ്യൻറ്റ് വേ ഡൂയിങ് തിങ്സ്. കാര്യങ്ങൾ ചെയ്യുന്നതിനോ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുകയോ പുതിയ പ്രോഡക്റ്റോ മറ്റോ ഒക്കെ ആയിട്ട് ഇന്നോവേഷൻ നടത്തണം. ബിസിനസ്സിൽ ഇന്നോവേഷൻ നടത്തണം. എന്നാൽ മാത്രമേ പ്രോഡക്റ്റ്, നിലവിലുള്ള പ്രോഡക്റ്റ് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ദെൻ റിസോഴ്സ് കോർഡിനേഷൻ. ഒരു ബിസിനസ് നടത്താൻ കുറച്ച് റിസോഴ്സ് ആവശ്യമാണ്. ഈ റിസോഴ്സിന് നമുക്ക് ചുരുക്കിയിട്ട് 4 M's എന്ന് പറയും. 4 M. അത് മാൻ, മണി, മെഷീനറി, മെറ്റീരിയലാണ്. നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഒരു ബിസിനസ് നടത്താൻ 4 മെറ്റീരിയൽ ആവശ്യമാണ്: മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ. ഇതിനെ 4 M's എന്ന് പറയും. ഈ 4 വിഭവങ്ങൾ ശരിയായ രീതിയിൽ ഒരുമിപ്പിക്കലാണ് ഒരു ബിസിനസ്മാൻ്റെ കഴിവ്. അങ്ങനെ 4 മെറ്റീരിയൽ ഒരുമിപ്പിച്ചാൽ, നല്ല രീതിയിൽ യോജിപ്പിച്ചാൽ ആ ബിസിനസ് അവിടെ ചെയ്യും. അത് ചെയ്യുന്ന ആളായിരിക്കണം ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ മീനിങ്ങിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് എഴുതാം. ഡെഫിനിഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ വായിച്ച് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ തന്നെയാണിത്. ഇതിൽ പീറ്റർ എഫ് ഡ്രക്കറുടെ ഒരു ചെറിയ ഡെഫിനിഷൻ ഉണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോകും. എന്റർപ്രണർ ഓൾവേസ് സെർച്ച് ഫോർ ചേഞ്ചസ്. ഓണ്ടർപ്രണർ ചേഞ്ചസ് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. റെസ്പോണ്ട് ടു ഇറ്റ്, എന്നിട്ട് അതിന് പ്രതികരിക്കും. ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി, ആ അവസരത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യും, ചൂഷണം ചെയ്യും. എന്തെങ്കിലും ഒരു ചേഞ്ചസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുമ്പോൾ അതിനെ വീക്ഷിക്കുക, പ്രതികരിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ഇതാണ് ഓണ്ടർപ്രണറുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഓണ്ടർപ്രണറുടെ ഡെഫിനിഷൻ കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഓണ്ടർപ്രണർ. നമുക്കറിയാലോ, നമ്മുടെ
രാജ്യത്തുണ്ടായ ലോകം മുഴുവൻ വ്യാപിച്ച ഒരു പാൻഡമിക് സിറ്റുവേഷനാണ് കോവിഡ്. വളരെ ക്രൈസിസ് ഒക്കെ നമ്മൾ നേരിട്ടു. അതൊരു എൻവയൺമെന്റൽ ഇഷ്യൂ ആയിരുന്നു. അതിനെ നേരിടുക എന്നതിനപ്പുറത്ത് അതിനെ ബിസിനസ് ആക്കി മാറ്റുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് പലരും. മാസ്കും സാനിറ്റൈസേഴ്സും ഉൽപ്പാദിപ്പിച്ച പല കമ്പനികളും കോടികളുടെ ലാഭം ഉണ്ടാക്കി. അത് ആ ഒരു അവസരം കണ്ടെത്തി ആ സമയത്ത് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന ആളാണ് ഓണ്ടർപ്രണർ. ഡെഫിനിഷനും കൂടെ പഠിക്കുക. ഇനി എവല്യൂഷൻ ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എപ്പോഴാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ബിസിനസിന്റെ കൺസെപ്റ്റ് വരുന്നത്? പുരാതനമായ പല ഗ്രന്ഥങ്ങളിലും ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും മറ്റൊക്കെ എങ്ങനെ ബിസിനസ് നടത്തണം, പ്രോഫിറ്റ് എങ്ങനെ വീതിക്കണം, ലാഭം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, മാന്യമായ രീതിയിലുള്ള വിപണനം എങ്ങനെ എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. വിവരങ്ങളുടെ ഒരു വളരെ വലിയൊരു ശേഖരം തന്നെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ബിസിനസ്സിനെ കുറിച്ചും ബിസിനസ്സും പണ്ട് മുതലേ നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ എക്സിസ്റ്റൻസ് മുതൽ തന്നെ, അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എവല്യൂഷൻ ഓഫ് എന്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പണ്ട് മുതൽ തന്നെ, വളരെ പ്രാചീന കാലം മുതൽ തന്നെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. The history of entrepreneurship in India is early as Rig Veda says the metal handicraft existed in the society. ഋഗ്വേദത്തിൽ തന്നെ ഹാൻഡിക്രാഫ്റ്റിന്റെ നിർമ്മാണവും അതിന്റെ വിപണനത്തെ സംബന്ധിച്ചും കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആ പണിയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ്മാൻഷിപ്പ് വാസ് എൻകറേജ്ഡ്, പ്രൊമോട്ടഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. ഇപ്പോൾ നമുക്കറിയാം, പുരാതന കാലത്തുള്ള പല ബിൽഡിങ്ങുകളും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ കാണുമ്പോൾ അതിൽ ധാരാളം കൊത്തുപണികളൊക്കെ കൈകൊണ്ടുണ്ടാക്കിയ കൊത്തുപണികളാണ്. അത് ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതുണ്ടാക്കി വിൽക്കുന്ന ആളുകളെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് എന്റർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ ആസ് ഓൾഡ് ആസ് എ ഹ്യൂമൻ സിവിലൈസേഷൻ. ഹ്യൂമൻ സിവിലൈസേഷനോളം പഴക്കം ഓണ്ടർപ്രണർഷിപ്പിനുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിനുണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇത് this entrepreneurship does date back to the profit-minded traders who had traversed for the Silk Route and various marketplaces around the world seeking profit exchange for goods and services. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ധാരാളം വിഭവങ്ങളുണ്ട്. വിഭവ സമൃദ്ധമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു, ഇവിടെ വന്ന് ബിസിനസ് നടത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ. അതിനവർ പ്രത്യേക യാത്രാ മാർഗം കണ്ടെത്തിയിരുന്നു. ആ എളുപ്പത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ പറ്റുന്ന മാർഗത്തെ സിൽക്ക് റൂട്ട് എന്നാണ് അറിയപ്പെടുക. എന്തായാലും പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിലും ബിസിനസ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഓണ്ടർപ്രണറായിട്ട് മാറുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് അയാൾക്ക് ഉണ്ടാവേണ്ടത്? എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇപ്പോൾ ഓണ്ടർപ്രണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാം. ഒന്ന്, എബിലിറ്റി ആൻഡ് ടു ഇനീഷ്യേറ്റ് എൻവയറമെന്റൽ ഫാക്ടേഴ്സ്. നമ്മുടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിക്ക് ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം ധാരാളം എൻവയറമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് പ്രകൃതി ആവാം, പൊളിറ്റിക്സ് ആവാം, എക്കണോമിക്സ് ആവാം, രാഷ്ട്രീയപരമായ കാര്യങ്ങളാവാം, മതപരമായതോ കൾച്ചറോ ആവാം. ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ. ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നത് ഒരു ആശയം കണ്ടെത്തുകയും അത് ആ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതും പറ്റുന്ന ആവണമെങ്കിൽ മാത്രമേ
ഒരു ഓണ്ടർപ്രണർ ആവാൻ പറ്റുള്ളൂ. റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ പറ്റണം. ബിസിനസ്സിന് പ്രധാനപ്പെട്ട 4 വിഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു: മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ. ഈ 4 വിഭവങ്ങളെയും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അതാത് സമയത്ത് വേണ്ട രീതിയിൽ ക്രമീകരിക്കാൻ പറ്റണം, ഒരുമിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ആണ് നല്ലൊരു ബിസിനസ്മാൻ ആകുന്നത്. എൻവയോൺമെന്റിനെ കുറിച്ചുള്ള ബോധമുള്ള ആളായിരിക്കണം. എബിലിറ്റി ടു സെൻസ് എൻവയോൺമെന്റ്. ദെൻ പ്രിസർവൻസ്, റെസിലിയൻസ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ആളായിരിക്കണം. ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആവണം. പ്രോബ്ലം സോൾവിങ് ബിഹേവിയർ ആണ്. ഇതൊക്കെ നിങ്ങൾ പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. വലിയൊരു എസ്സേ ആണ് ഈ ക്വസ്റ്റ്യൻ. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉണ്ടാവണം. നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉണ്ടാവണം. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, ഇന്നോവേറ്റീവ് ആറ്റിറ്റ്യൂഡ്. പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ സാധിക്കണം. എപ്പോഴും ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റർപ്രണറിയൽ കൾച്ചർ ഉണ്ടാവണം. ബിസിനസ്സിനെ കുറിച്ചോ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു കൾച്ചർ നമുക്ക് ഉണ്ടാവണം. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കണം. ദെൻ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. ഡിസൈർ ടു സെൻസ് എന്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി. ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സിൻ്റെ ഒരു ആശയം ഉണ്ടോ, അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. കേപ്പബിലിറ്റി ടു പുട്ട് എന്റർപ്രണറിയൽ ആക്ടിവിറ്റീസ് ഇൻ ടു ആക്ഷൻ. പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രം പോരാ, ഓണ്ടർപ്രണറിയൽ ആക്ടിവിറ്റീസ് നടപ്പിലാക്കാൻ പറ്റുന്ന ആളാവണം. ഇത്രയും കാര്യങ്ങളുള്ള ഒരു ബിസിനസ്മാൻ, ഒരു വ്യക്തി തീർച്ചയായിട്ടും എന്തായി മാറും? ഒരു ഓണ്ടർപ്രണറായിട്ട് മാറും. ദെൻ മോഡൽസ് ഓഫ് എന്റർപ്രണർ. കുറച്ച് ടൈപ്സ് ആണ്. അതായത് അംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഇന്നോവേറ്റർ ഉണ്ട്. വളരെ ഉത്സാഹഭരിതനായ ഒരു ഇന്നോവേറ്റർ ആയിട്ടുള്ള എന്റർപ്രണർ ആണ് ഇത്. ദിസ് മോഡൽ ഓഫ് എന്റർപ്രണർ ബിലീവ് ഇൻ ഹൈ റിസ്ക് ടേക്കിംഗ്. ബിസിനസ്സിൽ വളരെ വലിയ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ആള്, അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറായ ആളാണ് അംബീഷ്യസ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റേഷൻ ആൻഡ് ടോളറൻസ് ടു ഫെയിലിയർ. Entrepreneurs this category believe in solution of radical nature from current solutions. ഇപ്പോൾ നിലവിൽ ഉപഭോക്താക്കൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുന്ന ആളായിരിക്കും. അതൊരു ബിസിനസ്സിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർ ആണ് ഈ പറയുന്ന ഓണ്ടർപ്രണർ. ഇതിന് എക്സാമ്പിളാണ് ഗൂഗിൾ, ഫേസ്ബുക്ക്, ഓയോ, കോഴ്സറ പോലെയുള്ള ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ്. പിന്നെ അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ഏറ്റെടുക്കുന്ന ആളല്ല, ലെസർ റിസ്ക് ഏറ്റെടുക്കുന്ന, വളരെ കുറഞ്ഞ മുതൽ മുടക്കിലും ചെറിയ ബിസിനസ്സൊക്കെ ഏറ്റെടുത്ത് നടന്ന തരം ബിസിനസ്മാനാണ് അഡാപ്റ്റീവ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് മേക്ക് എ ഹ്യൂജ് റിസ്ക്. ഇതൊരു വലിയ റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതും കൂടെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പോയിന്റ് മാത്രം എടുത്തിട്ട് കണ്ടന്റ് ഒന്ന് കുറച്ചതാണ്. സോളോ സെൽഫ് എംപ്ലോയിഡ്. This constitutes a largest group of entrepreneurs who are working on their own, normally contributes a maximum in terms of their numbers. ചില ആളുകൾ അവരുടെ സ്വന്തം ക്യാഷ് കൊണ്ട് സ്വന്തമായ ആശയം അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് അവർ തന്നെ ബിസിനസ് നടത്തും. ഇത്തരത്തിലുള്ള ആളുകളെ സോളോ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയും. These companies have a potential to bring higher agility to their client firms, usually higher tier from in case of business to business. മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ബന്ധം കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. They focus on self-driven entrepreneurial activities. അവർ ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. Therefore, they may not contribute greatly in employment generation. മറ്റുള്ള ഫസ്റ്റ് പറഞ്ഞ എന്റർപ്രണേഴ്സിന്റെ അത്ര തന്നെ വലിയ ക്യാപിറ്റലൊന്നും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇവരെല്ലായിരിക്കും അതിൻ്റെ ജോലികളും അധികവും ചെയ്തു തരിക. അങ്ങനെയുള്ള ഓണ്ടർപ്രണേഴ്സിനെ സോളോ സെൽഫ് എംപ്ലോയിഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയും. മാനേജീരിയൽ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്.
managerial employers എന്ന് പറയും. This constitute the rest of employer entrepreneur as not ambitious respective firm growth, not ambitious with the respective firm growth. സ്ഥാപനത്തെ വളർത്തുക എന്നുള്ളതല്ല ഇവരുടെ ഉദ്ദേശം, സ്ഥാപനം നിലനിർത്തുക, അതോടൊപ്പം ഇവർ ധാരാളം ജോലി മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യും. അത്തരത്തിലുള്ള എന്റർപ്രണേഴ്സും ഉണ്ട്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. സോഷ്യൽ എന്റർപ്രണേഴ്സ്. സോഷ്യൽ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഒരു വിഷയമേ അല്ല. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ആവാം. അത്തരത്തിലുള്ള ഓണ്ടർപ്രണേഴ്സിനെ സോഷ്യൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയും. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, they develop enterprise in the field of healthcare, mass education, അതുപോലെ തന്നെ സിവിൽ റൈറ്റ്സ്, ക്ലൈമാറ്റ്, അനിമൽ ലൈഫ് എക്സെട്ര. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവാം, എന്നാലും പ്രോഫിറ്റ് മോട്ടീവ് അല്ല. ഇതാണ് ടൈപ്സ് ഓഫ് എന്റർപ്രണേഴ്സ്, മോഡൽസ് ഓഫ് എന്റർപ്രണേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് തിയറീസ് ഓഫ് എന്റർപ്രണർ. 5 തിയറിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. 6 തിയറി ഉണ്ട്. സൈക്കോളജിക്കൽ എന്റർപ്രണർഷിപ്പ് തിയറി, എക്കണോമിക് എന്റർപ്രണർഷിപ്പ്, ഓപ്പർച്യൂണിറ്റി ബേസ്ഡ്, സോഷ്യോളജിക്കൽ എന്റർപ്രണർഷിപ്പ്, ആന്ത്രോപോളജിക്കൽ, റിസോഴ്സ് ബേസ്ഡ് എന്റർപ്രണർഷിപ്പ്. അതായത് ഞാൻ പറഞ്ഞു, ഓണ്ടർപ്രണർ എന്ന് പറയുന്നത് പഠിച്ച് പാസ്സായി വരുന്ന ഒരു സിസ്റ്റമല്ല, ഒരു സംഗതിയല്ല. നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു സംഗതി ആവണം. അതുകൊണ്ടാണ് വളരെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പലരും ബിസിനസ്മാൻമാരാവാത്തതും ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത സാധാരണക്കാർ വലിയ ബിസിനസ്മാൻമാരായി മാറുന്നതും അതുകൊണ്ടാണ്. ഈ തിയറി ബേസ് ആയിട്ടാണ്. സൈക്കോളജിക്കൽ എന്റർപ്രണർഷിപ്പ് തിയറി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, ദിസ് തിയറി ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് ഇന്നർ മോട്ടീവ്. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഒരു ബിസിനസ്. അത് നമ്മൾ പഠിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു ആശയം അത് നടപ്പിലാക്കുക. അതായത് ചില മനുഷ്യർ ജന്മനാ ബിസിനസ്സുകാരായിട്ട് തന്നെയാണ് ജനിക്കുക. ഇറ്റ് സജസ്റ്റ് സ്പെസിഫിക് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റിങ്വിഷ് എന്റർപ്രണേഴ്സ് ഫ്രം നോൺ എന്റർപ്രണേഴ്സ്. അത്തരത്തിലുള്ള ആളുകളെയും സാധാരണ വ്യക്തിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ. അതായത് ചില ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ ഉണ്ടാവും. ഹൈ നീഡ് ഫോർ അച്ചീവ്മെന്റ്, എവിടെയെങ്കിലും എത്തിപ്പെടണം, വലിയ ആളാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം ഒരു ഓണ്ടർപ്രണറായിട്ട് മാറും. പിന്നെ എക്കണോമിക് എന്റർപ്രണർഷിപ്പ് തിയറി ഉണ്ട്. അതെന്താണ്? എക്കണോമിക് പെർസ്പെക്റ്റീവാണ്. എക്കണോമിക് പെർസ്പെക്റ്റീവ് വ്യൂ എന്റർപ്രണർഷിപ്പ് ആർ റെസ്പോൺസ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ്, ഇൻസെൻറ്റീവ്സ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. ലാഭം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടീവുള്ള ആൾക്കാരുണ്ടാവും. അതാണ് എക്കണോമിക് എന്റർപ്രണർഷിപ്പ്. അതിൽ ഒന്ന് തിയറി ഡെവലപ്പ് ചെയ്തത് ജോസഫ് ഷംപീറ്ററും റിച്ചാർഡ് കാൻഡിലും ആണ്. ഒരാൾ എന്റർപ്രണർ ആവുന്നത് ഈ രീതിയിലാണ് എന്ന് പറയുന്നു. അതായത് ഡിഫൈൻ ദ എന്റർപ്രണേഴ്സ് ആസ് ഇന്നോവേറ്റർ ഹു ബ്രിങ്സ് അബൌട്ട് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ പ്രോഡക്റ്റ്, മെത്തേഡ്സ് ഓഫ് മാർക്കറ്റ്. വിപണിയിലേക്ക് പുതിയ സാധനങ്ങൾക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. എന്നിട്ട് അതൊന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അവരെന്തായി മാറും? ബിസിനസ്സായിട്ട് മാറും. റിച്ചാർഡ് കാൻഡിലും പറയുന്നത് വ്യൂഡ് എന്റർപ്രണർ സംവൺ ഹൂ ബൈസ് എ സർട്ടൻ പ്രൈസ്. കുറച്ച് പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങും ഒരു നിശ്ചിത വിലക്ക്, എന്നിട്ട് അത് അനിശ്ചിതമായ വിലക്ക് വിൽക്കും. അവിടെയും പ്രോഫിറ്റ് തന്നെയാണ്. ചിലർക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാവും, എവിടെ നിന്നെങ്കിലും സാധനം വാങ്ങി എന്നിട്ട് വില കൂട്ടി വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അങ്ങനെയുള്ള ആളും ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? ബിസിനസ്മാനായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് എന്റർപ്രണർഷിപ്പ് തിയറി ഉണ്ട്. പീറ്റർ എഫ് ഡ്രക്കറാണ് ഇതിൻ്റെ പിതാവ്. എന്തെങ്കിലും സാഹചര്യം വന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സുകാരായിട്ട് മാറും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോവിഡ് സിറ്റുവേഷൻ വന്ന സമയത്ത് പല ആളുകൾക്കും ഈ മാസ്കും അതേപോലെ തന്നെ സാനിറ്റൈസറൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വന്നു. അത് കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു. അതൊരു അവസരമായിരുന്നു. അവിടെ ചില ആളുകൾ എന്തായി മാറി? ബിസിനസ്സുകാരായിട്ട് മാറി. ആ ബിസിനസ്സുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ബിസിനസ്സുകൾ. അപ്പോൾ ഒരു അവസരം വരുമ്പോൾ അതിനെ എന്താ പറയുക, ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവം ചിലർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവരും ബിസിനസ്മാനായിട്ട് മാറും. സോഷ്യോളജിക്കൽ എന്റർപ്രണർഷിപ്പ്
പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത സാമൂഹികപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അനിമൽ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ. അത്തരം എൻ്റർപ്രണർഷിപ്പുകളുണ്ട്. അതിനെ നമുക്ക് സോഷ്യോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയും. ഇത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഒക്കെയാണ് അത് ഇംപ്രൂവ് ചെയ്തു പോവുക. ആന്ത്രോപോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ സോഷ്യോളജിയുമായി പറഞ്ഞ പോലെ തന്നെ. സിമിലർ ടു ദി സോഷ്യോളജിക്കൽ വ്യൂ, ദ ഫോക്കസ് മോർ കൾച്ചറൽ, എത്നിസിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിലുള്ള കൾച്ചറൽ വാല്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഇതിൽ നിന്നും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ ബിസിനസ്സിൽ ഡെവലപ്പായി വരുന്നവരെ ആന്ത്രോപോളജിക്കൽ എൻ്റർപ്രണർഷിപ്പ് തിയറി എന്ന് പറയുന്നു. അപ്പോൾ പല ബിസിനസ്സുകാരും ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത്തരത്തിലുള്ള ആന്ത്രോപോളജിക്കൽ ഫാക്ടേഴ്സിലൂടെയാണ്. മനുഷ്യന്മാരുടെ ജീവിത രീതിയും കൾച്ചറും മതപരമായ കാര്യങ്ങളിലൂടെയും എന്തായിട്ട് വരുന്നുണ്ട്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പായി വരുന്നുണ്ട്. റിസോഴ്സ് ബേസ്ഡ് എൻ്റർപ്രണർഷിപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞ ഒരു ബിസിനസ് നടത്താൻ നമുക്ക് മാൻ, മണി, മെഷീനറി, മെറ്റീരിയൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങൾ ആവശ്യമാണ്. ഈ വിഭവങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ് മാനായി മാറും. ധാരാളം ക്യാഷ് കയ്യിൽ വന്നാൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആശയം നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ റിസോഴ്സ് ബേസ്ഡ് എൻ്റർപ്രണർഷിപ്പ് തിയറിയിൽ പറയുന്നത് ഈ വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബിസിനസ്മാനായിട്ട് മാറും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിൽ പറയേണ്ടത്. ഞാനിത് റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ നോട്ട്സ് കൂടെ നോക്കിയിട്ട് വായിച്ച് പഠിക്കുക. ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ വീഡിയോ ക്ലാസ് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സ് കൂടി കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.